ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് മുട്ടയും പൊരിയൊക്കെ വെച്ചിട്ട് 4 മണിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ ഒരു വലിയ സവാള ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളിയാണ്, അതും ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാമേ. ക്യാരറ്റ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 മുട്ട പുഴുങ്ങി എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് അതിൻ്റെ മഞ്ഞക്കരും വെള്ളക്കരും എല്ലാം കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണോളം ഉള്ള നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ നാരങ്ങ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റിലേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഒരു മുട്ട ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് മേളിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 കപ്പോളം ഉള്ള പൊരിയാണ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ പൊരി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊരി വേഗം തണുത്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിലേക്ക് പൊരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അന്നേരം തന്നെ സെർവ് ചെയ്യണം. ഒരുപാട് നേരം വെച്ചിരുന്നാൽ പൊരി തണുത്ത് നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അതിന് വേണ്ടിയാണ്. ഇപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓംലെറ്റ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് സെർവ് ചെയ്യുന്നത്. ഈ ഒരു മുട്ട അതേപോലെ കഴിക്കുമ്പോൾ ഈ ഒരു മുട്ടയിൽ നിന്നും കുറച്ച് പീസ് എടുത്തിട്ട് ഇതും കൂട്ടി ചേർത്ത് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ക്യാരറ്റും തക്കാളിയും സവാളയും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.